രാഷ്ട്രീയത്തിൽ വന്നത് മുതൽ സിദ്ധുവും ബലരാമനും തമ്മിൽ നല്ല കൂട്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമല്ലേ? മന്ത്രിക്ക് അറിയായിരിക്കുമല്ലോ അത്. അറിയാം, അവര് നല്ല കൂട്ടുകാരായിരുന്നു. ബലരാമൻ ആളെങ്ങനെയായിരുന്നു? എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന്. മാഡം, എനിക്ക് പ്രധാനപ്പെട്ട 1-2 മീറ്റിംഗ്സ് ഉണ്ട്. നമ്മുടെ ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങി അല്ലേ? അപ്പൊ അങ്ങ് രക്ഷപ്പെട്ടു പോവാന്നാണോ? മാഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മാഡം നടത്തിയ പത്രസമ്മേളനം ഞാൻ കണ്ടു, പക്ഷെ വിളിച്ചു പറയാൻ പറ്റിയില്ല. എനിക്ക് തിരക്കായിരുന്നു. ആദ്യമേ ഞാനത് പറഞ്ഞല്ലോ. ആ വിഷയത്തിൽ എനിക്കിനി സമയം കളയാനില്ല. മന്ത്രിക്ക് മന്ത്രിയുടേതായ ജോലികളുണ്ട്. സ്വന്തം ജോലിയിൽ അത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യാത്ത തെറ്റിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനെ പുറത്തിറക്കാനും കൂടി തയ്യാറാവണ്ടേ? ഒരു കുറ്റവും ചെയ്യാതെ ആ ദേവികയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുന്നത്. എന്റെ ഭർത്താവിനെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നതും തെറ്റൊന്നും ചെയ്യാതെയാ. അതിൽ പരാതി ഉണ്ടെങ്കിൽ മാഡം പോലീസുകാരെയല്ലേ ബന്ധപ്പെടേണ്ടത്? അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർക്ക് കംപ്ലൈന്റ് കൊടുക്കണം. DGP ചെന്ന് കാണൂ. ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ബലരാമൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മരണമാണ് സിദ്ധുവിനെ ജയിലിലാക്കിയത്. ബലരാമന്റെ മകളാണ് ദേവികയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. അതിന് മാഡം ബലരാമൻ സാറിന്റെ ഭാര്യയല്ലേ ചെന്ന് കാണേണ്ടത്? എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ബലരാമനെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയ്ക്കാ ഞാൻ മന്ത്രിയെ കാണാൻ വന്നത്. എനിക്ക് മനസ്സിലായില്ല. ബലരാമന്റെ മനസ്സറിയാവുന്ന ആളെന്ന നിലയ്ക്കാണ് മന്ത്രിയെ കാണാൻ ഞാൻ വന്നതെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടുവന്ന വിഷയം തന്നെ പറയേണ്ടി വരുന്നു. ബലരാമന്റെ പ്രണയം. അദ്ദേഹത്തിനൊരു പ്രണയമുണ്ടായിരുന്നു വിവാഹത്തിനു മുൻപ്. പക്ഷേ പല സാഹചര്യങ്ങളിൽപ്പെട്ട് ആ വിവാഹം നടന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കാമുകയിൽ അദ്ദേഹത്തിനൊരു കുഞ്ഞ് ജനിച്ചിരുന്നു. അതൊരു പെൺകുഞ്ഞുമായിരുന്നു, തനൂജ. ആ കുഞ്ഞിനെ സിദ്ധാർത്ഥൻ സാറ് രക്ഷിച്ചു. അതൊക്കെ മാഡം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നല്ലോ. അതിൽ ഞാൻ പറയാത്ത ഒരു കാര്യമുണ്ട്. തനൂജയുടെ അമ്മ ആരാണെന്നുള്ളത്. അതിനെക്കുറിച്ച് പറയാനാ ഞാൻ വന്നത്. തനൂജയുടെ അമ്മയുടെ പേര് മേരി എന്ന. ആരോഗ്യ വകുപ്പ് മന്ത്രി മേരി തോമസ്. എന്റെ മുന്നിലിരിക്കുന്ന ഈ മേരി തോമസ് തന്നെയാ തനൂജയുടെ അമ്മ.